ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ സിനിമകളല്ലായിരുന്നോ ഏറ്റവും അധികം കേരളക്കരയിൽ ക്രൂരകൃത്യങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിച്ചത്? ഒരു കൊലപാതക രീതി തന്നെയുണ്ട്, ദൃശ്യം മോഡൽ കൊലപാതകം. കേരളത്തിൽ തന്നെ എത്ര കേസുകൾ അതിന്റെ പേരിലുണ്ടായി. ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് കുഴിച്ചിടുക, എന്നിട്ട് അതിന്റെ മീതെ ഒരു നായയെ കൊന്നിടുക. ദൃശ്യം മോഡൽ കൊലപാതകം, വയലൻസും ഇതുപോലെയൊക്കെയുള്ള സകല നീതിയെയും അവഹേളിച്ചുകൊണ്ട്, സകല മാനുഷിക മൂല്യങ്ങളെയും തട്ടിത്തകർത്തുകൊണ്ട്, തിന്മയുടെ ശക്തിയെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന വ്യാപാരങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ വളരെ സജീവമാണ്. എന്നോട് പണ്ടെങ്കിലും രാമൻ പറഞ്ഞാട്ട്, നമ്മൾ പാടേണ്ട പാട്ട് ഇല്യൂമിനാറ്റി ഒന്നുമല്ല. നമ്മൾ പാടേണ്ട പാട്ട് മക്കളെ ഇല്യൂമിനാറ്റി ഒന്നുമല്ല നമ്മൾ പാടേണ്ടത് കേട്ടോ. നമ്മൾ പാടേണ്ടത്, ഞാൻ കൊച്ചു പിള്ളേരോട് പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളാ ഏറ്റവും അധികം ഇത്യാദി കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുന്നത്. ഞങ്ങളെ പോലെയുള്ളവരൊന്നും ഇതിന്റെ പിന്നാലെ പോവില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ, കഴിഞ്ഞ ദിവസം എന്റെ മോൻ +2 പഠിക്കുകയാണ്. അവന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടെ എമ്പുരാൻ കാണാൻ തീരുമാനിച്ചു. ആ സ്കൂൾ ഇടപെട്ടു. അങ്ങനെ അവരത് ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞത്, അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിക്കണം. കബളിപ്പിക്കുന്ന, ചതിക്കുന്ന, വഞ്ചിക്കുന്ന തിന്മയുടെ വ്യാപാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അതിനകത്തെ പദങ്ങളെല്ലാം ഒന്നും പറയുന്നില്ല. ആ പദങ്ങൾ എല്ലാം പറയാൻ എനിക്ക് ഒക്കുന്നില്ല. ഈ വേദിയെ അങ്ങനെ ആ പദങ്ങൾ പറഞ്ഞ്, സ്തോത്രം, എനിക്ക് തരം താഴ്ത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിലെ പദങ്ങളൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ ആരെങ്കിലും ചോദിക്കും, പാസ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ പദങ്ങളൊക്കെ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഒരു തിയേറ്ററിലും പോയി ഒരു സിനിമയും കണ്ടിട്ടില്ല. എനിക്ക് താല്പര്യവും ഇല്ല. പിന്നെ ഇതിങ്ങനെ ഒരു വിവാദമായപ്പോ ഞാൻ ആ ടോക്കുകൾ കേട്ടു. അത് സംബന്ധമായി ഞാൻ വായിച്ചു. അതിൽ നിന്ന് പിടികിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്.